ഹലോ, നമ്മൾ വീണ്ടും പോക്കിമോൺ എക്സ്പ്ലനേഷനുമായിട്ടാണ് വന്നത്. ഇത് എപ്പിസോഡ് 13 അപ്പോൾ ഇതിന് മുമ്പത്തെ എപ്പിസോഡ് കണ്ടില്ലെങ്കിൽ ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുക്കാം, എല്ലാവരും പോയി കാണുക. നേരെ വീഡിയോക്ക് പോകാം. 13ാമത്തെ എപ്പിസോഡ് തുടങ്ങുമ്പോൾ തന്നെ ആശും കൂട്ടുകാരും ഒരു കാട്ടിലൂടെ നടന്നു പോകുന്ന കാര്യം കാണിച്ചുകൊണ്ടാണ്. ഇപ്പോൾ ബാക്ക്ഗ്രൗണ്ടിൽ പറയുന്നുണ്ട്, ആശിനും കൂട്ടുകാർക്കും വീണ്ടും വഴി തെറ്റിപ്പോയോ. പിന്നെ ഇങ്ങനെയാണ് പറയുന്നത്, ആശ് ഇപ്പോൾ അവൻ്റെ നാട്ടിൽ നിന്ന് പോന്നിട്ട് കുറേ നാളുകളായി. അവൻ്റെ കയ്യിൽ ഇപ്പോൾ പോക്കിമോൺ ലീഗിന് വേണ്ടി 2 ജിം ബാഡ്ജുണ്ട്. എങ്ങനെ ഉണ്ട് നിനക്ക് ആ ബാഡ്ജ് കിട്ടിയൊന്ന് ബ്രോക്കിൻ്റെ അടുത്തുനിന്നും പിന്നെ എൻ്റെ സിസ്റ്റേഴ്സ് തരാൻ പറഞ്ഞുകൊണ്ടാ, അല്ലെങ്കിൽ ഞാൻ ആ ബാഡ്ജ് തരുമൊന്നുമില്ല. പോക്കിമോണിലേക്ക് കുറച്ച് ബാഡ്ജുകളും വേണം, അതുപോലെ 6 പോക്കിമോൺസ് വേണം. അതിൽ 6 പോക്കിമോൺസ് നിൻ്റെ കയ്യിലുണ്ട്. അതിലായത്തെ പീക്കാച്ചു, പിജിയോട്ടോ, ബട്ടർഫ്ലൈ, ബൾബസർ, ചെർമാൻഡർ, സ്ക്വയഡോ. നീ മാത്രമേ 6 പോക്കിമോൺസിനെ മാത്രം പിടിച്ച് അതും 2 ബാഡ്ജും കയ്യിൽ വെച്ച് നിൽക്കുകയുള്ളൂ. ബാക്കിയിലെ പോക്കിമോൺ ട്രെയിനേഴ്സൊക്കെ കുറേ പോക്കിമോനെ പിടിക്കും. അതെ, ബാക്കിയിലെ പോക്കിമോൺ ട്രെയിനേഴ്സ് 30-20 പോക്കിമോൺസൊക്കെ പിടിക്കാൻ ചാൻസ് ഉണ്ട്. ഇങ്ങനെയൊക്കെ പറഞ്ഞ് ആശിനെ തളർത്തും. ഞാൻ നിങ്ങൾക്ക് കാണിച്ചു തരാം എന്നെ കൊണ്ട് എന്ത് ചെയ്യാൻ പറ്റുമെന്ന് എന്നൊക്കെ പറഞ്ഞ് ആശ പെട്ടെന്ന് എണീക്കും. ഞാനൊരു പോക്കിമോൺ മാസ്റ്ററാണ്, അങ്ങോട്ട് ബാക്കിലേക്ക് മാറി നിന്ന് കണ്ടോ ഞാൻ എന്താണ് ചെയ്യുന്നത് എന്ന്. ഈ എപ്പിസോഡിൻ്റെ പേരാണ് മിസ്റ്ററി അറ്റ് ദ ലൈറ്റ് ഹൗസ്. ആശ അങ്ങനെ മരങ്ങളുടെ ഇടയിലൊക്കെ ഓടി നല്ലൊരു മനോഹരമായ ഒരു ബീച്ച് സൈഡിലെത്തും. ഞാൻ ഈ സൺസെറ്റ് കാണാൻ വേണ്ടിയാണോ ഇത്ര ദൂരം ഓടി വന്നത്? ഇവിടെ ഒരു പോക്കിമോനും ഇല്ലേ? ആശ അങ്ങനെ അപ്പോഴായിരിക്കും ക്രാബി എന്നൊരു പോക്കിമോനെ കാണുക. അങ്ങനെ ആശൻ്റെ 7ാമത്തെ പോക്കിമോനെ ക്രാബിയെ പിടിക്കും. ഭാഗങ്ങളൊക്കെ ഞാൻ കട്ട് ചെയ്തതാണ്. ആശ ആ പോക്കിമോൾ കയ്യിലെടുത്തപ്പോൾ തന്നെ പെട്ടെന്ന് ആ പോക്കിമോൾ മാഞ്ഞു പോകും. ഇത് കണ്ട് ആശനൊന്നും മനസ്സിലാവില്ല. അപ്പോഴായിരിക്കും അങ്ങോട്ട് മിസ്റ്റിയും ബ്രോക്കും വരിക. മിസ്റ്റിയും ബ്രോക്കും അറിയും, ഒരു പോക്കിമോൺ ട്രെയിനറിന് ഒരു സമയം 6 പോക്കിമോൺസിനെ മാത്രമേ കയ്യിൽ വെക്കാൻ പറ്റുകയുള്ളൂ. ആ പോക്കിമോൺ ട്രാൻസ്പോർട്ടായി പോകും. പക്ഷെ നിന്റെ കയ്യിൽ ഒരു പോക്കിമോനെ കൊടുത്ത് ആ പോക്കിമോൺ ആണെങ്കിൽ നിനക്ക് തിരികെ കൊണ്ടുവരാൻ പറ്റും. അപ്പോൾ ആസ്വദിക്കും, എൻ്റെ പോക്കിമോൺ അപ്പോൾ എങ്ങോട്ടായിരിക്കും പോയിട്ടുണ്ടാവുക? അത് നിന്റെ പോക്കിടാക്സ് ട്രാൻസ്പോർട്ട് ചെയ്തിട്ടുണ്ടാകും. എങ്ങോട്ടായിരിക്കും ട്രാൻസ്പോർട്ട് ചെയ്തിട്ടുണ്ടാവുക? അത് ട്രാൻസ്പോർട്ടായിരിക്കുക. ഈ പോക്കിടാക്സ് നിനക്ക് ആര് തന്നോ അയാളുടേക്കായിരിക്കും. അപ്പോൾ ക്രാബി അവിടെയായിരിക്കും ഉണ്ടാവുക. പ്രൊഫസർ ഓക്കിൻ്റെ കയ്യിലായിരിക്കും. അപ്പോൾ പ്രൊഫസർ ഓക്കിൻ്റെ ലാബിലായിരിക്കും ക്രാബി ഓട്ടോമാറ്റിക്കായിട്ട് ട്രാൻസ്പോർട്ടായിരിക്കുക. അപ്പോൾ ആശനാണെങ്കിൽ പ്രൊഫസർ ഓക്കിനെ കാണേണ്ടി വരും. അപ്പോൾ ബ്രോക്ക് പറയും, കോൾ ചെയ്താൽ മതി, ഇവിടെയും കോൾ ചെയ്യാൻ പറ്റിയ സ്ഥലമുണ്ടോ നോക്കാം. ആശാണെങ്കിൽ ക്രാബിയുടെ എത്തിയോ നോക്കേണ്ടി വരും. അതുപോലെ മിസ്റ്റേക്കാണെങ്കിൽ നന്നായി സുഖമായി ഉറങ്ങുന്ന സ്ഥലം തപ്പണം. അപ്പോൾ ബ്രോക്കിനാണെങ്കിൽ ഭക്ഷണം ഉണ്ടാക്കും വേണം. അപ്പോഴായിരിക്കും പീക്കാച്ചു ഒരു സ്ഥലത്തേക്ക് നോക്കി ചാടും. അതൊരു ലൈറ്റ് ഹൗസാണ്. ആശും കൂട്ടുകാരും ആ ലൈറ്റ് ഹൗസിൻ്റെ അടുത്തേക്ക് ഓടിപ്പോകും. ബ്രോക്കനാണെങ്കിൽ ആ ലൈറ്റ് ഹൗസ് കണ്ട് പേടിയാകും. അതുപോലെ തന്നെ ആ ലൈറ്റ് ഹൗസിൻ്റെ ഡോർമലാണെങ്കിൽ ഓരോ പോക്കിമോൺസിൻ്റെ ഫോട്ടോവും ഉണ്ട്. അങ്ങനെ ആശ അവിടെ ഇല്ല ബെല്ലമർത്തും. അങ്ങനെ ആശും കൂട്ടുകാരും ആ ലൈറ്റ് ഹൗസിൻ്റെ ഉള്ളിലേക്ക് കയറും. അപ്പോഴായിരിക്കും ആരാണതെന്ന് ചോദിച്ചൊരു സൗണ്ട് കേൾക്കുക. ബ്രോക്ക് പറയും, ഞങ്ങളൊരു പോക്കിമോൺ ട്രെയിനേഴ്സാണ്, ഞങ്ങളിതിലൂടെ നടന്നു പോയപ്പോൾ ഞങ്ങൾക്ക് വഴി തെറ്റി. അപ്പോൾ ആശ പറയും, ഞാൻ കുറച്ച് അത്യാവശ്യം ഇവിടെ ആണെങ്കിൽ ഫോൺ ഉണ്ടോ എന്ന് ചോദിക്കും. ആശനാണെങ്കിൽ ഫോൺ കാണിച്ചു കൊടുക്കും. അങ്ങനെ പ്രൊഫസർ ഓക്കിനെ വിളിക്കും. പ്രൊഫസർ ഓക്കാണെങ്കിൽ ഫുഡ് കുക്ക് ചെയ്തുകൊണ്ടിരിക്കുകയായിരിക്കും. അയാഷ്, ഞാനിവിടെ ഫുഡ് ഉണ്ടാക്കിക്കൊണ്ടിരിക്കുകയാണ്. എൻ്റെ കുക്കാണെങ്കിൽ വെക്കേഷന് പോയിരിക്കുകയാണ്. നിങ്ങളെൻ്റെ ക്രാബിയാണ് കുക്ക് ചെയ്യുന്നത്. നീ ഇങ്ങനെ പേടിക്കല്ലേ, നിൻ്റെ ക്രാബിയെ ഞാനൊന്നും ചെയ്തിട്ടില്ല. ഇതാ നിൻ്റെ ക്രാബി. എന്തായാലും നിൻ്റെ ക്രാബി വളരെ ചെറുതാണ്, ഇതൊന്നും ഡിന്നറിനൊന്നും ആവില്ല. ഗ്യാരിൻ്റെ ക്രാബിയാണെങ്കിൽ പിന്നെയും നോക്കാം. ഗ്യാരിക്കുമുണ്ടോ ക്രാബി? ഇതാണ് ഗ്യാരിയുടെ ക്രാബി. എൻ്റെ പേരക്കുട്ടി കൊണ്ട് പറയല്ല, അവനിപ്പം തന്നെ 45 പോക്കിമോൺസിനെ പിടിച്ചു കഴിഞ്ഞു. അതല്ല നീ എവിടെ നിന്നാണ് കോൾ ചെയ്യുന്നത്? ഞാൻ ആ മലൻ്റെ മുകളിലുള്ള ലൈറ്റ് ഹൗസിൽ നിന്നാണ്. അത് ബില്ലിൻ്റെ ലൈറ്റ് ഹൗസ് ആണല്ലോ. അവനൊരു പോക്കിമോൺ റിസർച്ചറാണ്. അവന് എല്ലാ പോക്കിമോൺസിനെയും കുറിച്ച് അറിയാം. ബിൽ, നീ ഇവർക്കൊക്കെ എല്ലാം പറഞ്ഞു കൊടുക്കണേ. ഞാനാണ് ബിൽ. ഇതെങ്ങനെ ബില്ലാവാ? ഇത് കബൂട്ട് എന്ന പോക്കിമോൻ അല്ലേ? ഞാൻ ബില്ലാണ്, പോക്കിമോൺ റിസർച്ചർ. നിങ്ങൾ മനുഷ്യനാണോ അതോ പോക്കിമോനാണോ? ഇതൊരു ഡ്രസ്സാണ്, ഇതിനുള്ളിൽ ഞാൻ കുടുങ്ങിപ്പോയതാണ്. ആശ കയറിപ്പോയി അവിടെ ഒരു സ്വിച്ച് നിൽക്കും. അപ്പോൾ ആ കബൂട്ടോൻ്റെ ഡ്രസ്സ് എന്നെയുണ്ട് എന്നെ രക്ഷിച്ചത്. ഇങ്ങനെ കുറേ ഭാഗം കട്ട് ചെയ്തു. പിന്നീട് ബില്ല് പറയുന്നത് കുറേ പോക്കിമോൺസിനെ കുറിച്ചാണ്. ഈ പ്ലാനറ്റ് ഉണ്ടാക്കിയിട്ട് 4.6 മില്യൺ ഇയേഴ്സ് എഗോ ആയി. അതുകൊണ്ട് തന്നെ പല ടൈപ്പ് പോക്കിമോൺസും ഇവിടെ ഉണ്ട്. എത്ര പോക്കിമോൺസ് ഉണ്ടാകും? ഈ പ്ലാനറ്റിൽ 150ഓളം പോക്കിമോൺസ് ഉണ്ടെന്നാണ് തോന്നുന്നത്. നിങ്ങൾക്ക് ഭാഗ്യമുണ്ട്, നിങ്ങൾ പോക്കിമോൺ ട്രെയിനേഴ്സ് അല്ലേ, അതുകൊണ്ട് നിങ്ങൾക്ക് ഈ പോക്കിമോൺസിനൊക്കെ പിടിക്കാനുള്ള ടാസ്ക് അല്ലേ? പക്ഷേ എൻ്റെ കാര്യം ഇപ്പോഴും 7 പോക്കിമോൺസ് മാത്രമേ ഉള്ളൂ. 7 പോക്കിമോൺസിനെ പിടിച്ചില്ലേ, അത് തന്നെ വലിയ കാര്യമാണ്. എന്നാലും നിങ്ങൾ പോക്കിമോൺസിനെ തപ്പണത് നിർത്തരുത്, നിങ്ങൾ കണ്ടിന്യൂ ചെയ്യണം. നിങ്ങൾ പോക്കിമോനെ തപ്പിക്കൊണ്ട് തന്നെ ഇരിക്കണം, അത് നിർത്തരുത്. നിങ്ങൾക്ക് എന്തെങ്കിലും റയറായത് കാണാൻ കഴിയും. അപ്പോഴായിരിക്കും ക്ലിഫ് സൈഡിലൂടെ ടീം റോക്കറ്റ് ടീം കയറി വരുന്നത്. അപ്പോഴായിരിക്കും ബില്ല് പറയും, ഞാനിപ്പോഴും ഒരു പോക്കിമോനെ തപ്പിക്കൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ആസ്വദിക്കും, അതേതാ പോക്കിമോൻ? അങ്ങനെ ഇവർ ഈ ലൈറ്റ് ഹൗസിൻ്റെ ഏറ്റവും ടോപ്പിലേക്ക് പോകും. അപ്പോൾ ബിൽ പറയും, എനിക്ക് തോന്നുന്നു ഏറ്റവും വലിയ പോക്കിമോൻ ഇതായിരിക്കും. ഒരു രാത്രി എന്തോ സൗണ്ട് ഈ ഓഷ്യൻ നിന്ന് വന്നു. ഇല്ലാണെങ്കിൽ ആ സൗണ്ട് റെക്കോർഡാക്കി വെച്ചിട്ടുണ്ടാവും. അപ്പോൾ ആ സൗണ്ട് ഇട്ട് കൊടുക്കും. അങ്ങനെ ആ പോക്കിമോൻ ഈ ലൈറ്റ് ഹൗസിൻ്റെ അടുത്തോട്ട് നടന്നു വരും. ആ പോക്കിമോനെ സൗണ്ട് കേട്ടിട്ട് അവർക്ക് തോന്നും ആ പോക്കിമോൻ പാട്ട് പാടുകയാണെന്ന്.
എന്ത് മനോഹരമല്ല പാട്ട് എന്നൊക്കെ പറഞ്ഞുകൊണ്ട് മിയാവത്ത് പറയും അത് ഇങ്ങോട്ടല്ലേ വരുന്നത്. അങ്ങനെ ടീം റോക്കറ്റ് ആണെങ്കിൽ ആ മിസൈൽ എടുത്ത് ഇതിനെ ഫയർ ചെയ്യും. അങ്ങനെ ആ പോക്കിമോന് ദേഷ്യം കയറും. അങ്ങനെ ഈ ലൈറ്റ് ഹൗസിന്റെ ടോപ്പ് ഭാഗം അടിച്ചു പൊട്ടിക്കും. പക്ഷെ കൂട്ടുകാരാണെങ്കിൽ അവിടുന്ന് രക്ഷപ്പെടും. ഇവിടുന്ന് പോക്കരുത് പോക്കിമോൻ. ടീം റോക്കറ്റ് ആണെങ്കിൽ വീണ്ടും ഫയർ ചെയ്യും. പോക്കിമോൻ ആണെങ്കിൽ ടീം റോക്കറ്റിനെ അടിച്ച് തെറിപ്പിക്കും. അങ്ങനെ ആ പോക്കിമോൻ ഓരോന്ന് നടന്നു പോകും. ഇവിടെ അങ്ങനെ രാവിലെയും അപ്പോൾ ആസ്വദിക്കും. അതെന്ത് പോക്കിമോനാണ് ആർക്കറിയാം. എനിക്ക് കണ്ടിട്ട് തോന്നുന്നു എന്തോ റയറായ പോക്കിമോനാണത്. അതിനെ പിടിക്കാൻ നോക്കണം. നിങ്ങൾക്ക് തോന്നുന്നുണ്ടോ ഞങ്ങളെല്ലാ പോക്കിമോൻസിനും കണ്ടു കാണുമെന്ന്? ചിലപ്പം അതുപോലെ തന്നെ ചിലപ്പം ഈ പ്ലാനറ്റിൽ ഒരുപാട് പോക്കിമോൻസ് കാണും. നാശം കൂട്ടുകാരും ബില്ലിന് ടാറ്റ കൊടുത്ത് അവിടുന്ന് പോകും. ഇവർക്കിനി എത്ര മിസ്റ്റീരിയസ് ആയി പോക്കിമോൻസിനെ കാണേണ്ടി വരും, അതുപോലെ അവർക്കിനി എന്തൊക്കെ പഠിക്കണം, എന്തൊക്കെ കാണണം എന്നൊക്കെ പറഞ്ഞുകൊണ്ടാണ് എപ്പിസോഡ് 13 അവസാനിക്കുന്നത്. അപ്പോൾ ഇത്രയുള്ള വീഡിയോ ഒന്ന് ഇഷ്ടപ്പെട്ടാൽ സബ്സ്ക്രൈബ് ചെയ്യുക, അതുപോലെ വീഡിയോ ഒന്ന് ലൈക്കും ചെയ്യുക. എനിക്ക് തോന്നുന്നു 7-8 സബ്സ്ക്രൈബേഴ്സ് മാത്രം മതി നമുക്ക് 900 സബ്സ്ക്രൈബേഴ്സ് ആവാൻ. അപ്പോൾ ഈ എക്സ്പ്ലെയിനിൽ എന്തെങ്കിലും തെറ്റുകളൊക്കെ ഉണ്ടെങ്കിൽ നിങ്ങൾ ക്ഷമിക്കുക. അപ്പോൾ എന്തെങ്കിലും ഇമ്പ്രൂവ് ചെയ്യാണ്ട് താഴെ കമൻറ്റും ചെയ്യുക. അപ്പോൾ ഇത്രയുള്ള വീഡിയോ.